അത്യുഗ്ര വാശിയും വൈരാഗ്യം നിറഞ്ഞ ഒരു ജലമാമാങ്കമാണ് ഈ പല്ലനയാറ്റിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. രണ്ടാം വള്ളങ്ങളാണ് ഇവിടുത്തെ മത്സരിക്കുന്നത്. ആദ്യ ട്രയൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. 4 ചുണ്ടവള്ളങ്ങൾ കൂടാതെ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ, തെക്കനോടി വള്ളങ്ങളുടെ മത്സരങ്ങൾ, അത്യുഗ്ര വാശിയേറിയ മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ഈ പല്ലനയാറ്റിൽ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കാൻ പോവാണ്. അത്യപൂർവമായ ഒരു കാഴ്ച. ആര് ജയിക്കും ആര് തോക്കുമെന്നുള്ള ഒരു ആവേശോജ്വലമായ ഒരു വള്ളംകളി ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. വള്ളംകളി ഇതാ ആരംഭിച്ചിരിക്കുകയാണ്. കുമാരനാശാൻ സ്മാരക ജലമേള ഇന്ന് പല്ലനയാറ്റിൽ നടക്കുകയാണ്. അപ്പം ഞാൻ കുമാരനാശാൻ സ്മാരക ജലമേള കാണാൻ വേണ്ടി വള്ളത്തിലങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വീഡിയോ ഒക്കെ അവിടെ. അപ്പം ഞാനിപ്പോൾ തോട്ടപ്പള്ളി കഴിഞ്ഞ് കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന കുമാരകോടി വരെ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാക്കി വീഡിയോ ഞാൻ കുമാരകോടി ചെന്നിട്ട് ബാക്കി 2 മണിക്ക് തന്നെ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവരും കുമാരനാശാൻ സ്മാരക ജലമേള കാണാൻ എത്തിച്ചേരുക. അപ്പോൾ കുമാരകോടിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇതാണ് കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന കുമാരകോടി. അപ്പോൾ ആ കൊടും വളവിലേക്ക് നമ്മുടെ വള്ളം ഇപ്പോൾ തിരിയാൻ പോവുകയാണ്. ഇങ്ങനെ പുള കയറി പിടിച്ച്. അപ്പം ഇതാണ് ആ റെഡിയമ്മർ ബോട്ട് ദുരന്തം ഉണ്ടായ സ്ഥലം. ഇതാണ് 1924 ജനുവരി 16. അപ്പം ഇതാണ് കുമാരകോടി. വള്ളങ്ങളുടെ ഘോഷയാത്ര ആരംഭിക്കുന്നത് ഇവിടുന്നാണ്. കൊച്ചു വള്ളങ്ങളിൽ തുടങ്ങിയ കളി ഇന്ന് ചുണ്ടൻ വള്ളങ്ങളിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. അപ്പം ഒരു 2 മണിയോടുകൂടിയൊക്കെ വള്ളംകളിയുടെ തുടക്കമാകും. അപ്പം ഇതാണ് കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന കുമാരകോടി. ഇതാണ് ആ കൂടും വളവ്. കണ്ടോ, വള്ളം തിരിഞ്ഞു പോകുന്നുണ്ടോ? ഈ വളവിലാണ് ആ ബോട്ട് ദുരന്തമുണ്ടായത്. ഈ വള്ളത്തിൽ ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളേ, ആരുമില്ല. ഇഞ്ചിൻ ഓടിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പം എന്താ വളം, അത്ര നല്ലൊരു വളമാണ്. ആ ഒരു വളവ് കണ്ടോ? കുമാരകോടി പാലമാണിത്. അപ്പോൾ ബാക്കി വീഡിയോ ഞാൻ ഇവിടെ നിന്നാണ് വള്ളം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഘോഷയാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്, ഈ കുമാരകോടി വിഭാഗത്തു നിന്നാണ്. അപ്പം ബാക്കി വീഡിയോ ഞാൻ ഇനി തൂക്കുമാലം നമ്മുടെ വള്ളംകളി സ്പോട്ടിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ വള്ളംകളിയുടെ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരു കരകളിലുമായിട്ട് ഒരുപാട് ആളുകൾ ഈ വള്ളംകളി കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അത്യുഗ്ര വാശിയും വൈരാഗ്യം നിറഞ്ഞ ഒരു ജലമാമാങ്കമാണ് ഈ പല്ലനയാറ്റിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ, തെക്കനോടി വള്ളങ്ങളുടെ മത്സരങ്ങൾ, അത്യുഗ്ര വാശിയേറിയ മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ഈ പല്ലനയാറ്റിൽ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കാൻ പോവാണ്. അത്യപൂർവമായ ഒരു കാഴ്ച. ആര് ജയിക്കും ആര് തോക്കുമെന്നുള്ള ഒരു ആവേശോജ്വലമായ ഒരു വള്ളംകളി ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. വള്ളംകളി ഇതാ ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, ഫൈനൽ മത്സരം കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരാണ് നമ്മുടെ ഈ പല്ലനയാറിന്റെ 2 കരകളിലുമായി
ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുകയാണ്. വള്ളനേർന്ന രണ്ട് കരകളുമായി. അപ്പോൾ ആര് ജയിക്കും, ആര് നോക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിരിക്കുന്ന ആവേശം നിറഞ്ഞൊരു വള്ളംകളി മത്സരമായിരിക്കും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മാനിയൽ വള്ളം, ഇരട്ടുപൊത്തി വള്ളം മാനിയൽ വള്ളമാണ് ഇപ്പോൾ ഇവിടെ ജയിച്ചിരിക്കുന്നത്. ജലറാണി രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. മാനിയൽ വള്ളമാണ്, ഇരട്ടുപൊത്തി വള്ളത്തിൻ്റെ മത്സരത്തിൽ മാനിയൽ വള്ളമാണ് ഇപ്പോൾ ഇവിടെ ജയിച്ചിരിക്കുന്നത്. ജലറാണി രണ്ടാം സെക്കൻഡ് സ്ഥാനം ജലറാണിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു ബോട്ട് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ആൾക്കാർ വള്ളം വിട്ടിരിക്കുന്നിടത്തൊരു ബോട്ട് കൊണ്ടുവന്ന് വട്ട വിട്ടിരിക്കുകയാണ്. അപകടങ്ങളും എല്ലാം ഉണ്ടാകുമെന്ന് അറിയത്തില്ല. ഒരു ശ്രദ്ധയില്ലാത്ത രീതിയിൽ ആൾക്കാർ എത്ര ഉണ്ടോ അതൊന്നും നോക്കാതെ ഒരു വള്ളം, ഒരു ബോട്ട് ഈ നാട്ടിലെ ജലരാജാക്കന്മാരായിട്ടുള്ള രണ്ട് വള്ളങ്ങളുടെ അതിവാശിയേറിയ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഒന്ന് ദേവാസാണ്, ഒന്ന് കാട്ടുതെക്കലാണ്. ഇവിടുത്തെ ജനങ്ങൾ ഏറെ ആഗ്രഹിക്കുന്ന ഒരു വള്ളംകളിയുടെ നല്ലൊരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് ജലരാജാക്കന്മാർ, ഈ നാടിന്റെ ജലരാജാക്കന്മാരായിട്ടുള്ള രണ്ട് വള്ളങ്ങളുടെ തീപാറുന്ന മത്സരം. കാട്ടുതെക്കയും നടക്കുന്നത്. കാട്ടുതെക്കയാണോ? അതിവാശിയേറിയ മത്സരം. ആര് ജയിക്കും, ആര് നോക്കും അറിയില്ല. അതിവാശിയേറിയ മത്സരമാണ് നടന്നിരിക്കുന്നത്. കാട്ടുതെക്കയാണോ? അങ്ങനെ അതിവാശിയേറിയ മത്സരത്തിൽ കാട്ടുതെക്ക വള്ളമാണ് ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ നേടിയിരിക്കുന്നത്. കാട്ടുതെക്കയാണ് ഇവിടെ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത്. അടുത്ത മത്സരം ഇപ്പം നടക്കാൻ പോകുന്ന പടിഞ്ഞാറപ്പറമ്പനും കമ്പനി വള്ളം തമ്മിലാണ്. കമ്പനി വള്ളം തമ്മിലുള്ള അതിവാശിയേറിയ മത്സരമാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. സ്മാരക ജലമേളയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുണ്ടൻ വള്ളങ്ങളെക്കാട്ടിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഇവിടെ തെക്കൻ വള്ളങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം. ഈ നാടിൻ്റെ ജലരാജാക്കന്മാരായി അവർ കാണുന്ന വള്ളങ്ങളാണ് കമ്പനി വള്ളം, കാട്ടുതെക്ക്, ചെല്ലിക്കാടൻ. അങ്ങനെ തെക്കൻ വള്ളങ്ങൾ ഇവരുടെ ഒരു ആവേശമാണ്, അവരുടെ ഒരു അഹങ്കാരമാണ്. ഇപ്പോൾ കാട്ടുതെക്കയും ദേവാസും തമ്മിലുള്ള, കാട്ടുതെക്കയും ചെല്ലിക്കാടനും തമ്മിലുള്ള അതിവാശിയേറിയ മത്സരം നമ്മൾ കണ്ടു. ഇപ്പോൾ നടക്കുന്നത് കമ്പനി വള്ളവും പടിഞ്ഞാറപ്പറമ്പനും തമ്മിലുള്ള തെക്കൻ വള്ളങ്ങളുടെ അതിവാശിയേറിയ മത്സരമാണ്. അതിവാശിയേറിയ മത്സരമാണ് നമുക്കിപ്പോൾ കാണാം. അതിവാശിയേറിയ ഒരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനി വള്ളവും പടിഞ്ഞാറപ്പറമ്പൻ വള്ളവും തമ്മിലുള്ള അതിവാശിയേറിയ മത്സരം. കമ്പനിയാണോ പടിഞ്ഞാറപ്പറമ്പനാണോ? കുതിച്ച് രണ്ട് ജലരാജാക്കന്മാർ പടക്കുതിരയെ പോലെ അതാ വെള്ളച്ചാലുകളെ കീറി മുറിച്ചുകൊണ്ട് വാശിയേറിയൊരു മത്സരം. വള്ളം പറക്കുകയാണോ എന്നറിയത്തില്ല, പറക്കുകയാണ്. അതെ, വള്ളം കുതിച്ചയാടുകയാണ്. കമ്പനിയാണോ പടിഞ്ഞാറപ്പറമ്പനാണോ? പടിഞ്ഞാറപ്പറമ്പൻ അല്ല, കമ്പൻ. വള്ളമാണ് ഇപ്പൊ ജയിച്ചിരിക്കുന്നത്. തൊട്ടു പിന്നാലെ കമ്പനി വള്ളം. അങ്ങനെ ഈ നാടിന്റെ ഒരു പല്ല് കൊഴിഞ്ഞ സിംഹം പോലെ അതാ കമ്പനി വള്ളം അങ്ങനെ പാടി പാടി വരികയാണ്.
തിത്തൈതകതൈതോ കമ്പനി വള്ളത്തിന്റെ വരവ് കണ്ടോ. അങ്ങനെ കമ്പനി വള്ളം പിതുക്കെ അതാ പറക്കുകയാണ്. കമ്പനി വള്ളം പറക്കുമല്ല, എഴയുകയാണ്, എഴഞ്ഞെഴഞ്ഞ് നീങ്ങുകയാണ്. എത്തി അവര് ഫിനിഷ് ചെയ്തു. അങ്ങനെ ജനങ്ങളത് ആ കരഘോഷം മുഴക്കുകയാണ്. കമ്പനി വള്ളത്തിന് വേണ്ടി കരഘോഷം മുഴക്കുകയാണ്. കമ്പനി വള്ളം അങ്ങനെ പഴയ പ്രതാപവും എല്ലാം നഷ്ടപ്പെട്ട കമ്പനി വള്ളം പരാജയപ്പെട്ടിരിക്കുകയാണ്. അടുത്ത നടക്കാൻ പോകുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. ആദ്യമേ നടന്ന പ്രദർശന മത്സരത്തിൽ ആനാരി ചുണ്ടനാണ് ചെറുതന 2ാം സ്ഥാനത്തും ആനാരി 1ാം സ്ഥാനത്തുമായിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് അതിവാശിയേറിയ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. 2 ചുണ്ടൻ വള്ളങ്ങളാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. ആനാരി ചുണ്ടനും ചെറുതനയാണ്. ഉടൻ തന്നെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. അതിവാശിയേറിയ ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. ആനാരിയും ചെറുതനയും തമ്മിലുള്ള അതിവാശിയേറിയ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിവാശിയേറിയ ഫൈനൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ മത്സരത്തിൽ ആനാരിയാണ് 1ാം സ്ഥാനത്തെത്തി. ചുണ്ടൻവള്ളം ആനാരിയാണ്. അതിവാശിയേറിയ മത്സരത്തിൽ ഫൈനൽ മത്സരത്തിൽ ആനാരി ചുണ്ടൻ. ഫസ്റ്റ് പ്രൈസ് കുമാരനാശാൻ സ്മാരക ട്രോഫി ആനാരി പുത്തൻ ചുണ്ടനാണ് നേടിയിരിക്കുന്നത്. 2ാം സ്ഥാനത്തിനായിട്ടുള്ള മത്സരം ഇവിടെ നടക്കുകയാണ്. ചെറുതനയാണ് 2ാം സ്ഥാനത്ത് മത്സരിക്കുന്നത്. 2ാം സ്ഥാനം ചെറുതനയാണ്. അങ്ങനെ അതിവാശിയേറിയ ഫൈനൽ മത്സരത്തിൽ കുമാരനാശാൻ സ്മാരക ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ചെറുതന 2ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ചെറുതന വള്ളമാണ് 2ാം സ്ഥാനത്തെത്തിയത്. അങ്ങനെ അതിവാശിയേറിയ ഒരു ജലമാമാങ്കത്തിൽ 1ാം സ്ഥാനം ആനാരി ചുണ്ടനാണ് നേടി. 2ാം സ്ഥാനം ചെറുതന ചുണ്ടൻവള്ളമാണ് 2ാം സ്ഥാനം. അങ്ങനെ അതിവാശിയേറിയ കുമാരനാശാൻ സ്മാരക ജലമേളയിൽ വള്ളംകളി മത്സരത്തിൽ ആനാരി ചുണ്ടൻ 1ാം സമ്മാനം നേടിയിരിക്കുകയാണ്. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് ചെറുതന ചുണ്ടനാണ്. അങ്ങനെ ട്രോഫി ഏറ്റുവാങ്ങാനായി ആനാരി ചുണ്ടൻ പവലിയനിലേക്ക് അടുക്കുകയാണ്.